മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊലപ്പെടുത്താൻ ഇനാം പ്രഖ്യാപിച്ച RSS നേതാവ്. കോൺഗ്രസും ബിജെപിയും തമ്മിൽ സംഘർഷമില്ല. മധ്യപ്രദേശിലെ RSS നേതാവാണ് പിണറായിയെ കൊലപ്പെടുത്തുന്നവർക്ക് 1 കോടി രൂപയുടെ ഇനാം പ്രഖ്യാപിച്ചത്. RSSകാർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? RSS ഇന്ത്യയിലെ നിഷേധിക്കപ്പെട്ട സംഘടനയാണോ? അല്ലല്ലോ. നല്ലുകൊണ്ടിട്ടും RSS ആണെന്ന് പറയാൻ മടികാണിക്കുന്നതായി ഞാൻ കണ്ടു. അങ്ങനെ മടിക്കേണ്ടതായിട്ടില്ല. സ്വാഗത പ്രസംഗത്തിൽ RSS എന്നൊരു വാക്ക് ഇവിടെ പറഞ്ഞില്ല എന്ന് എങ്ങനെ മടിക്കുന്നു? അത് കഴിഞ്ഞിട്ട് അമിത്ഷായെ കാണാൻ താല്പര്യമുണ്ടോ ചോദിച്ചിട്ട് എന്നോട് കണ്ണൂർ തന്നെയുള്ള ബിജെപി നേതാവ് എന്നെ ബന്ധപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാരിനെ വലിച്ചിടുമെന്ന ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനുള്ള ശേഷി ആ തടിക്കുണ്ടെന്ന് അതൊക്കെയാണ് ഗുജറാത്തിലും മറ്റും. അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ. ഏതെങ്കിലും സംഘപരിവാറുകാർക്ക് വല്ലാത്ത ആവേശം വന്ന് ഇവിടെ ഒന്ന് കളിച്ചു കഴിയാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ കളി വളരെ മോശമായി പോകുമെന്ന് മാത്രമേ എനിക്ക് ബിജെപിയെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബിജെപി. അങ്ങയുടെ തലയെടുക്കാൻ RSSന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം വരുന്നു. 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് RSS നേതാവ് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. സംഘപരിവാർ പലരുടെയും തലയെടുത്തതാണല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോ സഞ്ചരിക്കാതെ പറ്റില്ലല്ലോ. ഭയമില്ല.